അത് നമ്മൾ വീട്ടിലായിരുന്നാലും ശരി, അമ്പലത്തിൽ പോവുകയായാലും പള്ളിയിൽ പോവുകയായാലും ദേവാലയത്തിൽ പോവുകയാണെന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുമ്പോൾ ഇതുവരെ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയ്ക്ക് ഒരു മാറ്റം വരുത്തുക. പ്രാർത്ഥനയ്ക്ക് എന്താ മാറ്റം വരുത്തേണ്ടത്, എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മളാരും നമുക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന നടത്തിയാൽ ഒരു ഈശ്വരന് നമ്മളോട് കനിവ് തോന്നില്ല. കാരണം ഒരുപാട് പോരായ്മകൾ നിലനിൽക്കുന്ന നമ്മളാണ് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നത്. ഈശ്വര എന്നെ രക്ഷിക്കണം, അല്ലെങ്കിൽ ദേവി എന്നെ രക്ഷിക്കണം, അല്ലെങ്കിൽ ദേവ എന്നെ രക്ഷിക്കണം, അല്ലെങ്കിൽ പടച്ചോൻ എന്നെ രക്ഷിക്കണം, അല്ലെങ്കിൽ കർത്താവ് എന്നെ രക്ഷിക്കണം എന്ന് പറയുന്ന ഒരുപാട് ദോഷങ്ങളോ ദുരിതങ്ങളോ മാനസികപരമായോ ശാരീരികപരമായോ നടത്തിയിട്ടുള്ള ഒരു ദേഹമാണ് ഈ പ്രാർത്ഥന നടത്തുന്നത്. ഒരിക്കലും ഈശ്വരൻ തിരിഞ്ഞു നോക്കില്ല എന്ന് പറയുന്നു. പിന്നെങ്ങനെയാണ് എൻ്റെ മനസ്സും ശരീരവും ശുദ്ധവും ഈശ്വരന്മുഖമാകണം? പോരാ. അപ്പം ഞാൻ മാത്രമല്ല, എൻ്റെ കുടുംബങ്ങളുണ്ട്, എൻ്റെ സഹോദരന്മാർ, കൂടപ്പിറപ്പുകളുണ്ട്, അച്ഛനമ്മമാരുണ്ട്, കുടുംബമുണ്ട്, കൂട്ടുകുടുംബമുണ്ട്. പോരാ, ഞങ്ങളുടെയും എല്ലാവരുടെയും മനസ്സും ശരീരവും പരിപൂർണമായിട്ടും എപ്പോഴും ശുദ്ധവും ഈശ്വരോന്മുഖവുമായിരിക്കട്ടെ. പോരാ, നമ്മളെ കുടുംബങ്ങളും മാത്രമാണ് ഇവിടെ ഉള്ളത്. അയൽവക്കക്കാരുണ്ട്, നാട്ടുകാരുണ്ട്, നമ്മളറിയാത്തവരുണ്ട്, അറിഞ്ഞവരുണ്ട്, എല്ലാവരുമുണ്ട്. കാണാത്തവരുണ്ട്, കണ്ടവരുണ്ട്, കാണാനിരിക്കുന്നവരുണ്ട്, കേട്ടവരുണ്ട്, കേൾക്കേണ്ടവരുണ്ട്, കേൾപ്പിക്കേണ്ടവരുണ്ട്, അറിയേണ്ടവരുണ്ട്, അറിഞ്ഞവരുണ്ട്, അറിയാത്തവരുണ്ട്, ആചരണങ്ങൾ ഉള്ളവരുണ്ട്, ആചരണങ്ങളില്ലാത്തവരുണ്ട്, ഈശ്വര വിശ്വാസികളുണ്ട്, നിരീശ്വരവാസികളുണ്ട്. അങ്ങനെയുള്ള ഒരു സമൂഹം ഉണ്ട്. അവർക്കൊക്കെ ഒരു നന്മ വേണ്ടേ? നന്മ ഉണ്ടാവുന്നത് അപ്രകാരമാണ്. ഈശ്വരനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈശ്വര 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 എന്ന് വിളിച്ചുകൊണ്ട് ഈശ്വരൻ എന്താ നേട്ടം? ഈശ്വരന് സുഖം പഠിച്ചിട്ടുണ്ടാവില്ല, ഒരു സുഖം ഉണ്ടാവില്ല. ഈശ്വരനോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. ഞങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയും ഞങ്ങൾ കൊയങ്ങുന്നവരെയും മയങ്ങുന്നവരെയും വിളിച്ചുകൊണ്ടിരിക്കുക. ഈശ്വരൻ ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുക. അദ്ദേഹത്തിന് ഇതൊരു സ്വൈര്യക്കേടായി, ഒരു പൊറുതികേടായിട്ട് അങ്ങനെ നിലനിൽക്കുന്നല്ലാതെ ഒരു കാരണത്താലും തിരിഞ്ഞു നോക്കില്ല. കാരണം ഇതാണ്, ഒരുപാട് ദുഷ്കർമ്മങ്ങൾക്കും ദുർഗുണങ്ങൾക്കും പാത്രീഭൂതരായിട്ടാണ് ഈശ്വരൻ നമ്മൾ വിളിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നു. മനസ്സും ശരീരവും ശുദ്ധവും ഈശ്വരോന്മുഖമായിരിക്കട്ടെ. ജഗദീശ്വരി അല്ലെങ്കിൽ ഈശ്വര, ഞങ്ങളുടെയും എല്ലാവരുടെയും മനസ്സും ശരീരവും പരിപൂർണമായിട്ടും ശുദ്ധവും ഈശ്വരോന്മുഖമായിരിക്കട്ടെ. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും സർവ്വജീവജാലങ്ങളുടെയും മനസ്സും ശരീരവും പരിപൂർണമായിട്ടും എപ്പോഴും ശുദ്ധവും ഈശ്വരോന്മുഖമായിരിക്കട്ടെ. ഓരോ ദിനവും നയിക്കുന്ന പക്ഷവും നടക്കുന്ന പക്ഷവും കർമ്മങ്ങൾ ചെയ്യുന്ന പക്ഷവും എന്താണ് ചെയ്യുന്നത്? ജോലി ചെയ്യുമ്പോൾ ചെയ്യുന്ന ജോലി ശുദ്ധവും ഈശ്വരോന്മുഖമായിരിക്കട്ടെ. അത് ആഹാരം ഉണ്ടാക്കുകയാണെങ്കിലും ശരി, കുളിക്കുകയാണെങ്കിലും ശരി, ജോലി ചെയ്യുകയാണെങ്കിലും ശരി, എന്ത് ജോലി ആയിക്കൊള്ളട്ടെ, അലക്കുന്ന പണിയോ വസ്ത്രം അലക്കുന്നത് പരിപൂർണമായിട്ടും ശുദ്ധവും ഈശ്വരോന്മുഖമായിരിക്കട്ടെ. ഇതൊക്കെ കൂടി എന്നാ പറഞ്ഞു തീരുക എന്ന് ചോദിക്കാം. ഇതൊന്നും പറയാനായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ലൈസൻസ് ഒന്നും എടുക്കേണ്ട ഒരു കാര്യമില്ല, ടെസ്റ്റ് കൊടുക്കേണ്ട കാര്യമില്ല, ആരോടെങ്കിലും വക്കാലത്ത് പറയേണ്ട കാര്യങ്ങളില്ല, കേസ് കൊടുക്കേണ്ട കാര്യങ്ങളില്ല, കോടതി വിധി കിട്ടേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല. അവനവൻ്റെ ജീവിതത്തിൽ നിൽക്കണ നിൽപ്പിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അത് നിങ്ങളെ മുക്തരാക്കുവാനായിക്കൊണ്ട് നിങ്ങളെ ആയതിൽ നിന്നും യുക്തി നിങ്ങളെ ഉയർത്തും എന്ന് പറയുന്നു. യുക്തിക്ക് സഹായമായിട്ടുള്ള വാക്കുകളും പ്രാർത്ഥനകളും അവനവനിൽ നിന്ന് ഉയരുമ്പോൾ യുക്തി യുക്തവണ്ണം മുക്തനായിത്തീരുന്നു. ആയതിൽ നിന്നും ആ വ്യക്തി മുക്തനായിത്തീരുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ല ഇതിലെന്തോ ഒരു പരമാർത്ഥമുണ്ട്. നമ്മളെല്ലാവരിലുള്ളവരാണെന്നുള്ളൊരു തോന്നലിന് നമ്മൾ ഉടമകളായിത്തീരും.
എന്ന് വിചാരിച്ച് എൻ്റെ വീട്ടിലുള്ള എല്ലാം ഞാൻ എല്ലാവർക്കും കൊണ്ടു കൊടുത്തുകൊണ്ട് അങ്ങനെ ചെയ്യണമെന്ന് ചോദിക്കും. നിങ്ങളൊന്നും കൊണ്ടു കൊടുക്കണം, വീട്ടിലുള്ളതൊക്കെ അവിടെ തന്നെ ഇരുന്നോട്ടെ. നിങ്ങൾക്ക് സ്വന്തം ഇങ്ങനൊരു നിലപാടിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ഉള്ളു പറയും, അവിടെ ഇരിക്കുന്ന ആ 1,00,000 ആയിരുന്നൊരു 1000 രൂപയെങ്കിലും നിങ്ങൾ ആ പാവപ്പെട്ടവന്, ആരാണോ പാവപ്പെട്ടവന്, അവരാരോ വീട്ടിനടുത്തോ അല്ലെങ്കിൽ സുഹൃത്തുക്കളായിട്ടോ അതല്ലാതെ സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടുന്നവനാണോ, വീട്ടിലേക്ക് പണിയൊന്നുമില്ലാതെ ആഹാരത്തിലൊക്കെ ബുദ്ധിമുട്ടുന്നവനാണോ, നിങ്ങളറിയുന്ന ഒരു പാവപ്പെട്ടവനാണോ, സാമ്പത്തികപരമായിട്ട് നിർധനരായിട്ടുള്ളൊരു കുടുംബമാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് ആരെങ്കിലും ഉണ്ടോ, അങ്ങനെ നിങ്ങൾക്ക് അവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ നിങ്ങൾക്ക് തോന്നും കൊടുക്കണമെന്ന്. കാരണം നിങ്ങൾ ഒരുപാട് പുറകോട്ട് ചിന്തിപ്പിച്ച്, നിങ്ങളിരിക്കുന്ന കാലത്തെയും ചിന്തിപ്പിച്ച്, വീണ്ടും അതല്ലാതെ നിങ്ങൾ പുറകോട്ട് വീണ്ടും വീണ്ടും ചിന്തിപ്പിച്ച് ഓരോരോ ജന്മവും നിങ്ങളിൽ ഉള്ള പാപങ്ങളും വിഷമങ്ങളും ഒക്കെ നിങ്ങൾ തേടേണ്ടി വരും, ഒരുപാട് കരയേണ്ടതായിട്ട് വരും. അറിയുമ്പോൾ അതാണ്, കരഞ്ഞുകൊണ്ടാണ് നമ്മൾ ജനിക്കുന്നത്, കരയിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അതാണ് ഓരോരോ രംഗങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ എന്താ, പിന്നെ എന്തെങ്കിലും ഒരു എത്തും കരിമുഖ കിട്ടുമോ ഓരോന്നും ആലോചിക്കുമ്പോൾ. ഇരിക്കും കാലം നല്ലതായി തീരണം, നല്ലതായി വളരണം, നല്ലതായി ഉയരണം. എല്ലാ മേഖലകളിലും വിദ്യാഭ്യാസപരമായും ജോലിപരമായും കർമ്മപരമായും എല്ലാറ്റിലും നല്ലത് കാണണം, നല്ലത് വരണം, നല്ലതിൽ നിന്ന് വളരണം, ഉയരണം. സ്നേഹപരമായിട്ടുള്ള ജീവിതമാണ് നമ്മൾ നയിക്കേണ്ടത്. പരസ്പരം സ്നേഹിച്ചുകൊണ്ടും താങ്ങും തണലുമായി, അശരണർക്ക് ശരണരായി, അബലർക്ക് ബലം നൽകുന്നവരായി, ബലമില്ലാത്തവർക്ക് ബലം നൽകുന്ന, ശക്തിയില്ലാത്തവർക്ക് അശക്തരിൽ നമ്മൾ ശക്തരായവരോട് കൂടെ നിൽക്കണം. എന്തിൻ്റെയും ഏതിൻ്റെയും നേരറിഞ്ഞ് മുന്നോട്ട് പോകണം. ചെയ്യുന്ന കാര്യത്തിൽ നല്ലതാണോ നല്ലതല്ലേ എന്ന് ആലോചിക്കണം. തെറ്റും ശരിയും തിരിച്ചറിവാനായിക്കൊണ്ടുള്ള ഒരറിവ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആലോചിക്കണം, എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ഇതല്ലാത്തത് എന്ന് നമ്മൾ തിരിച്ചറിയും. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ പ്രാർത്ഥിക്കുന്ന ആൾക്കാർ അങ്ങനെ മാസക്കുള്ളിയുണ്ട്, പ്രശ്നങ്ങളുണ്ട്, അതുണ്ടോ ഇതുണ്ടോ, അമ്പലത്തിൽ പോകാൻ പറ്റുക, ദേവാലയങ്ങളിൽ പോകാൻ പറ്റുക. ഞാൻ വീണ്ടും പറയുന്നു, പള്ളിയിൽ പോകരുത്, അമ്പലത്തിൽ പോകരുത്, ദേവാലയങ്ങളിൽ പോകരുത് എന്നല്ല പറയുന്നത്. പോകാത്ത സാഹചര്യത്തിലും നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. ചിലപ്പോൾ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം പോകണവരാവാം, ചിലപ്പോൾ ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം പോകുന്നവരാവാം, അല്ലെങ്കിൽ ഡെയിലി ദിവസം പോകുന്നവരുണ്ടാകും. ഇസ്ലാം കുടുംബങ്ങളൊക്കെ എല്ലാവരും പള്ളിയിലൊക്കെ പോയി ഒരു ദിവസം 5 നേരമൊക്കെ നിസ്കരിക്കുന്ന പ്രവണത അവരിലുണ്ട്. നമ്മളെ ഹൈന്ദവ സംസ്കാരത്തിൽ ആരാണ് ഇന്ന് അമ്പലത്തിലേക്ക് പോണത്, അല്ലെങ്കിൽ അത്രയും നല്ല വഴികളായിട്ട് മുന്നോട്ട് പോകണത്? ദുർലഭമായിട്ടുള്ള ചില ആളുകളുണ്ട്, വാഹന സൗകര്യമുള്ളവരും പണിക്കോ ജോലിക്കോ പോകണതിൻ്റെ മുമ്പ് പോയി വരാനുള്ള സ്വന്തം വാഹനമുള്ളവർക്കൊക്കെ പോകുന്നു. അല്ലാത്തൊരു ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലോ അല്ലെങ്കിൽ ഒരു ഇട കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും പോയി വരും. ഇപ്പോൾ പറയുന്നു, ഹൃദയം ക്ഷേത്രമാണ്, ശരീരം ക്ഷേത്രമാകുന്നു, ഹൃദയം ശ്രീകോവിലാകുന്നു. ആ ഹൃദയത്തിൽ ആ ആത്മശുദ്ധിയെ നമ്മൾ പ്രതിഷ്ഠിക്കുക, ഹൃദയത്തിൽ ആത്മാവിനെ നമ്മൾ സ്നേഹിക്കുക. ഈ ശരീരം തന്നെയാണ് ക്ഷേത്രമെന്നും നമ്മുടെ ഹൃദയമാണ് ശ്രീകോവിലെന്നും ആ ഹൃദയത്തിലാണ് നമ്മുടെ ആ ഈശ്വര സങ്കല്പത്തെ വയ്ക്കുന്നത്. എന്നിട്ട് തുടങ്ങുക. ഒരു 10-30-40 ദിവസം നിങ്ങൾ സ്ഥിരം ഇപ്രകാരമുള്ളൊരു രീതിയിലൂടെ ആചരണത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് പോയാൽ
നിങ്ങൾക്ക് സ്വന്തം തന്നെ അനുഭവത്തിൽ കൂടി ഒരു ശാന്തമായിട്ടുള്ള അവസ്ഥ വരും. ചില ചെറിയതോ വലിയതോ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സാധ്യമായിട്ട് വരും പറയുന്നു. പക്ഷെ അതിതെല്ലാം നല്ലത് കണ്ടുകൊണ്ടാവണമെന്ന് മാത്രം. നല്ലത് കണ്ടുകൊണ്ടാവണമെന്ന് മാത്രം. അതുപോലെ തന്നെ ആരെയും ധ്വംസിക്കാത്തതായിട്ടുള്ള ജീവിത രീതി, ആരെയും കുറ്റപ്പെടുത്തുകയോ കളിയാക്കലുകളോ ചെയ്യാത്തതായിട്ടുള്ളൊരു ജീവിത രീതി, നല്ലതായിട്ട് ഭവിക്കുന്ന ഒരു ജീവിത രീതി, നല്ലതിലൂടെ പോകുന്നൊരു ജീവിത രീതി, അതുതന്നെയാണ് കർത്തവ്യം, ഈശ്വരനിലേക്കുള്ള മാർഗം. ശരീരമാകുന്ന ഈ ക്ഷേത്രത്തെ കണ്ടുകൊണ്ട്, ആ ക്ഷേത്രത്തിനകത്തിരിക്കുന്ന ശ്രീകോവിലാകുന്ന ഹൃദയത്തെ കണ്ടുകൊണ്ട്, ആ ഹൃദയത്തിൽ മനസ്സുകൊണ്ട് ശുദ്ധമായ പരമാത്മാവിനെ പ്രതിഷ്ഠിക്കുക. എന്നിൽ തന്നെയാണ് എൻ്റെ കുടികൊള്ളുന്ന മഹാശക്തി എന്ന് ആലോചിച്ചപ്പോഴും എന്ത് ചെയ്യുമ്പോഴും എൻ്റെ മഹാത്മാവേ എന്ന് വിളിച്ചുകൊണ്ട് ചെയ്യുക. യാതൊരു തരത്തിലുള്ള ദോഷങ്ങളോ മറ്റും ദുഷിച്ചതോ ആയിട്ടുള്ള പ്രവൃത്തികളോ ചതികളോ വഞ്ചനകളോ എന്നിൽ നിന്നുണ്ടാകാതിരിക്കാനായിക്കൊണ്ട് തന്നെ അനുഗ്രഹിക്കണം, പ്രാപ്തമാക്കണം. നല്ല കർമ്മങ്ങൾ ചെയ്യുവാനായിക്കൊണ്ട് എന്നെ പ്രാപ്തനാക്കണം. ആ ദേവ, അതായത് ദേവനാണെങ്കിൽ അങ്ങനെ വിളിക്കാം. എങ്ങനെയാണോ അവരവർക്ക് താല്പര്യമുള്ളത് അങ്ങനെ വിളിക്കുക. എന്തെല്ലാം പോരായ്മകളാണോ നമ്മളിലുള്ളത്, ആ പോരായ്മകളെല്ലാം വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. മക്കളില്ലാത്ത ഭാര്യ ഭർത്താക്കന്മാരുള്ള ഒരുപാട് ആളുകളുണ്ട്, നമുക്കറിയുന്നതായിട്ടുള്ള ആളുകളുണ്ട്. അവർക്ക് എന്താണ് പ്രാർത്ഥിക്കേണ്ടതായിട്ടുള്ളത്? ഞങ്ങൾക്ക് അച്ഛനുണ്ട് ദേവ, അല്ലെങ്കിൽ ദേവി, അല്ലെങ്കിൽ പടച്ചവൻ, ഞങ്ങൾക്ക് അമ്മയുണ്ട്. പക്ഷേ ഞങ്ങൾക്കൊരമ്മയാകാൻ കഴിഞ്ഞിട്ടില്ല, ഞങ്ങൾക്കൊരച്ഛനാകാൻ കഴിഞ്ഞിട്ടില്ല. ആയതുപോലെ ഒരുപാട് ആളുകൾ സമൂഹത്തിൽ ഭൂമിയിൽ ജീവിക്കുന്നു. ഒരു കുഞ്ഞിനെ കിട്ടാതെ, ഒരു സന്താനത്തെ ലഭിക്കാതെ, സന്താന ഭാഗ്യമില്ലാത്തവരായി ഒരുപാട് പേര് ജീവിക്കുന്നു. ഞങ്ങൾക്കൊരു കുഞ്ഞിനെ കിട്ടുവാനായിക്കൊണ്ട് ഞങ്ങൾക്ക് അവകാശമില്ല. ഒരു കുഞ്ഞിനെ നോക്കുവാനായിക്കൊണ്ട് ഞങ്ങൾക്ക് ആഗ്രഹമില്ല. ഞങ്ങൾക്കൊരു കുടുംബം വേണ്ട. ഇപ്പോൾ ഞങ്ങൾക്കൊരു കുടുംബമുണ്ട്. ആ കുടുംബം ഞങ്ങളിൽ നിന്ന് വിട്ടുപോകുമ്പോൾ ഞങ്ങൾക്കൊരു കുടുംബം വേണ്ടേ, മക്കൾ വേണ്ടേ? അറിയണം. ഞങ്ങളിൽ കുടികൊള്ളുന്ന മഹാത്മാവേ, ലോകത്തിലുള്ള സന്താനങ്ങളില്ലാത്തവരിൽ, ദമ്പതിമാരിൽ കുടികൊള്ളുന്ന മഹാത്മാക്കൾ, ഞങ്ങളിൽ കുടികൊള്ളുന്ന മഹാത്മാക്കൾ, ലോകത്തിലുള്ള ദമ്പതിമാരിൽ കുടികൊള്ളുന്ന മഹാത്മാവേ, മക്കളില്ലാത്തവരിൽ കുടികൊള്ളുന്ന മഹാത്മാവ്, ഏവർക്കും സന്താന സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണം. ഞങ്ങൾക്കൊരു വൈകല്യമുള്ള മകനെയോ മകളെയോ സന്താനത്തെയോ അല്ല വേണ്ടത്. ഞങ്ങൾക്ക് പൂർണ്ണ വളർച്ചയുള്ളൊരു കുഞ്ഞിനെ നൽകിക്കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കണം. ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളോ പോരായ്മകളോ ജീവിതത്തിൽ എന്താണോ സംഭവിച്ചു പോയിട്ടുള്ളത്, ലോകത്തിലുള്ള ആരിലൊക്കെയാണോ തെറ്റുകുറ്റങ്ങളും പോരായ്മകളും ദോഷങ്ങളും ശാപങ്ങളും പാപങ്ങളും ആരിലൊക്കെയാണോ സംഭവിച്ചു പോയിട്ടുള്ളത്, ഞങ്ങൾക്ക് മക്കളില്ലാതിരിക്കുവാനായിക്കൊണ്ട് എന്തെല്ലാം തരത്തിലുള്ള ദോഷങ്ങളാണോ പോയ
സന്ദർഭങ്ങളിൽ ഞങ്ങളിൽ വന്നു ഭവിച്ചിട്ടുള്ളതറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു പോയിട്ടുള്ളത് ആയതിൽ നിന്നും ഞങ്ങൾക്ക് മുക്തി ലഭിക്കുവാനായിക്കൊണ്ട് പ്രായശ്ചിത്തം ചെയ്യുവാനായിക്കൊണ്ട് അനുഗ്രഹിക്കണം, അനുവദിക്കണം. ആയതിനായിക്കൊണ്ട് പ്രാപ്തരാക്കണം, പ്രാപ്തയാക്കണം. ഞങ്ങൾക്ക് കുഞ്ഞിനെ ലഭിക്കുവാനായിക്കൊണ്ട്, സന്താനത്തെ ലഭിക്കുവാനായിക്കൊണ്ട് എന്ത് ദോഷമാണോ ശാരീരികപരമായും മാനസികപരമായും ഞങ്ങളിൽ നിലനിൽക്കുന്നത്, ഞങ്ങളിൽ കുടികൊള്ളുന്ന പരമാത്മാവേ, സർവാത്മാവേ, ഞങ്ങൾക്കെന്താണോ ഞങ്ങൾക്ക് പോരായ്മയുള്ളത്, ഒരു കുഞ്ഞ് ജനിക്കാതിരിക്കുവാനായിക്കൊണ്ടുള്ള ഒരു പോരായ്മ എന്താണോ ഞങ്ങളുടെ ശരീരത്തിൽ നിലകൊള്ളുന്നത്, ആ പോരായ്മയെല്ലാം അകറ്റിക്കൊണ്ട് ഒരു ഭാര്യാധർമ്മം പൂർത്തീകരിക്കുവാനായിക്കൊണ്ട് എന്നെ പ്രാപ്തയാക്കണം മഹാത്മാവേ. എന്തെല്ലാം തരത്തിലാണോ പോരായ്മ നിലകൊള്ളുന്നത്, ശാരീരികപരമായും മാനസികപരമായി ഒരു സന്താനത്തെ കിട്ടാതിരിക്കുവാനായിക്കൊണ്ടുള്ളൊരു പോരായ്മ എന്താണോ എൻ്റെ ശരീരത്തിൽ നിലകൊള്ളുന്നത്, ആ പോരായ്മകളെല്ലാം നികത്തിക്കൊണ്ടൊരു സന്താനത്തെ നൽകുവാനായിക്കൊണ്ട് അനുഗ്രഹിക്കണം പരമാത്മാവേ ശിവ. ഞങ്ങളെ, അല്ലെങ്കിൽ എന്നെ മാത്രമല്ല, ലോകത്തിലുള്ള സന്താനങ്ങളില്ലാത്തവർക്കായിക്കൊണ്ട് എല്ലാവർക്കും അവരുടെ ദോഷങ്ങളെ അകറ്റി, അവരിൽ നിലനിൽക്കുന്നതായിട്ടുള്ള തടസ്സങ്ങളെ അകറ്റിക്കൊണ്ട് എല്ലാവരെയും സന്താനം നൽകുവാനായിക്കൊണ്ട് പ്രാപ്തനാക്കണേ ആത്മാവേ, പരമാത്മാവേ. ഏവർക്കും എന്തെല്ലാം തരത്തിലുള്ള പോരായ്മകളാണോ, തെറ്റുകുറ്റങ്ങളാണോ, അപരാധങ്ങളാണോ വന്നു പോയിട്ടുള്ളത് അറിഞ്ഞും അറിയാതെയും, ആയതൊക്കെ പുറത്തു മാപ്പ് നൽകണം. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്തു മാപ്പ് നൽകണം. മാത്രവുമല്ല, അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള സർവ്വ തെറ്റുകുറ്റങ്ങളുടെയും ശാപപാപങ്ങളുടെയും പ്രായശ്ചിത്ത പരിഹാര കർമ്മങ്ങൾ ഉചിതമായ രീതിയിലൂടെ ചെയ്യുവാനുള്ള കഴിവും ചെയ്യുവാനുള്ള അറിവും ചെയ്യുവാനുള്ള അവസരവും നൽകി ഞങ്ങളുടെ കുടുംബത്തെയും കുലത്തെയും വംശത്തെയും ഗോത്രത്തെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവ്വ ജീവജാലങ്ങളെ രക്ഷിക്കണം, അനുഗ്രഹിക്കണം ജഗദീശ്വരി. നിങ്ങൾക്ക് ആത്മാവേ എന്ന് പറയാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ പറയാം. പക്ഷെ ഞാൻ ജഗദീശ്വരി എന്ന് പറയുന്നത് നമ്മൾ ഉപാസന സ്ഥാനത്ത് നമ്മൾ കണ്ടെത്തിയ മാർഗം, നമ്മളറിഞ്ഞ മാർഗം അതായതുകൊണ്ടാണ് എപ്പോഴും അപ്രകാരം പോകുന്നത്. അതുകൊണ്ട് ക്ഷമിക്കണം. അങ്ങനെ തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് തുടരാം. ആരെയും അടിച്ചേൽപ്പിക്കുന്നില്ല. അവരവരുടെ ഇഷ്ടങ്ങളാണ് അവരവരുടെ പുഷ്ടിക്ക് കാരണം. അവരവരിഷ്ടപ്പെട്ട ആഹാരം കഴിക്കുമ്പോഴാണ് അവരുടെ ദേഹം പുഷ്ടിക്കുന്നത് എന്ന് പറയും പോലെ അവരവരുടെ ഇഷ്ടദേവന്മാരാണ് അവരവരെ രക്ഷിക്കുന്നത്. ഈ ഉള്ളിലുള്ളത് തന്നെയാണ് നമ്മൾ വിളിക്കുന്ന ആ ശക്തി, അല്ലെങ്കിൽ നമ്മൾ ഈശ്വര എന്ന് വിളിക്കുമ്പോഴൊക്കെ ആ ശക്തിയിലാണ് ഉണർവുണ്ടാകുന്നത്, ആ പരമാത്മാവിലാണ് ഉണർവുണ്ടാകുന്നത്. നന്മ ചെയ്യുമ്പോൾ പരമാത്മാവിൽ ഉണർവുണ്ടാകുന്നു. അപ്പം എന്തെല്ലാം തരത്തിലുള്ള പ്രായശ്ചിത്തങ്ങളാണോ അറിഞ്ഞുമറിയാതെയും ചെയ്തു പോയിട്ടുള്ള കർമ്മങ്ങൾക്കായിക്കൊണ്ട്, ശാപങ്ങൾക്കും പാപങ്ങൾക്കായിക്കൊണ്ടും തെറ്റുകുറ്റങ്ങൾക്കായിക്കൊണ്ട് എന്താണോ ചെയ്യേണ്ടത്, ആയത് ചെയ്യുവാനുള്ള അറിവും ആയത് ചെയ്യുവാനുള്ള കഴിവും ആയത് ചെയ്യുവാനുള്ള അവസരവും നൽകണം എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് മഹാത്മാവേ. അത് ദാനധർമാദികളുണ്ടാവാം. അതുകൊണ്ട് ലക്ഷക്കണക്കിന് ഉറുപ്പ്യങ്ങൾ കൊടുക്കണമെന്നൊന്നും പറയുന്നില്ല. അത് ഏതെങ്കിലും നിർധനരായിട്ടുള്ള കുടുംബങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കണം, രോഗികൾക്ക് വല്ലതും കൊടുക്കണം, അശരണർക്ക് ശരണരായി മാറണം ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും. അത് ഒരുപാട് നിങ്ങൾ കൊടുത്തുകൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെയും ഇനിയുള്ള കാലം മുഴുവനും അങ്ങനെ ചെയ്യണമെന്നല്ല പറയുന്നത്. ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ടുള്ള ചെറിയതായിട്ടൊരു മിച്ചെങ്കിലും ഒരു പണിയെടുക്കുന്ന ഒരു ദിവസമെങ്കിലും കിട്ടുന്ന ഒരു കൂലിയിൽ നിന്ന് 1000 കിട്ടുമ്പോൾ 10, 50, 100 എന്നും കൊടുക്കണം എന്നല്ല, കൊടുക്കണം. അതാണ്. അങ്ങനെ നമ്മളിൽ നിന്ന് കൊടുക്കുന്ന 1 രൂപയായാലും 10 രൂപയായാലും അവർക്ക് അതിൽ നിന്നുണ്ടാകുന്നൊരു ഗുണം നമ്മളെ വലിയ പൈസ കൊടുത്തവരാക്കി മാറ്റുന്നു. പിന്നെ പ്രാർത്ഥന,
അതിപ്രാധാന്യമാണ് കാരുണ്യമുള്ള പ്രാർത്ഥന. സ്വന്തം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. സ്വന്തം തരണം 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 എന്ന് പറയുമ്പോൾ അവിടെ ഇരിക്കുക അവിടെ ഇരിക്കുക അവിടെ ഇരിക്കുക അവിടെ ഇരിക്കുക എന്ന് പറയും. കാരണം എന്താ? നമുക്ക് നമ്മളതിന് പ്രാപ്തരല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് മറ്റുള്ളവർക്കും കൂടി വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ആ മഹാത്മാവ് ഉണരും, നമ്മളിലുള്ള ദോഷങ്ങളെ പരിഹരിക്കും. നമുക്ക് എന്താണോ വേണ്ടത്, അത് വിവാഹമാവാം, ദമ്പതികൾക്ക് മക്കളാവാം, അത്തരത്തിലൂടെ അത് ഉയരും, ഉണരും, ഉയരും. അതാണ്